The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to Business Studies class. I think all are doing well. Okay. See, in the last class, we completed our 8th chapter. Okay. I think all are clear. Okay. Today, we are going to discuss the 9th chapter, that is small business. ചെറിയ ബിസിനസ്സാണ് അല്ലെ, ചെറുകിട ബിസിനസ്സുകളാണ്. What do you mean by small business? See, a small scale industry or the small business is a business created on a small budget. Okay, so it produces its goods using small machines, less power and less labor. It is located within a single place. ഇപ്പോൾ സ്മോൾ ബിസിനസ് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഓൺ എ സ്മോൾ ബഡ്ജറ്റ്, ചെറിയ ബഡ്ജറ്റ് വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് സ്മോൾ ബിസിനസ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യുന്നു? ഇറ്റ് പ്രൊഡ്യൂസ് ഇറ്റ്സ് ഗുഡ്സ് യൂസിങ് സ്മോൾ മെഷീൻസ്, ചെറിയ മെഷീൻസ് വെച്ചുകൊണ്ടാണ് അവരുടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ പവർ, അതുപോലെ തന്നെ ലെസ് പവറേ വേണ്ടി വരുന്നുള്ളൂ, ലെസ് ലേബേഴ്സേ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, ഇത് അതുപോലെ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് വിത്തിൻ എവിടെയായിരിക്കും? സിംഗിൾ പ്ലേസിലായിരിക്കും. അങ്ങനെയുള്ളതാണ് സ്മോൾ ബിസിനസ് എന്ന് പറയുന്നത്. ഇനി ഈ സ്മോൾ ബിസിനസ് യൂണിറ്റ്സിൻ്റെ അല്ലെങ്കിൽ ദ നേച്ചർ ഓഫ് സ്മോൾ ബിസിനസ് യൂണിറ്റ്സ് ഇൻ ഇന്ത്യ. ഇൻ ഇന്ത്യ, വില്ലേജ് ആൻഡ് സ്മോൾ ഇൻഡസ്ട്രി സെക്ടർ കൺസിസ്റ്റ് ഓഫ് ബോത്ത് ട്രഡീഷണൽ ആൻഡ് മോഡേൺ സ്മോൾ ഇൻഡസ്ട്രീസ് ഉണ്ട്. സോ ദീസ് സെക്ടേഴ്സ് ഹാവ് ദ 8 സബ് ഗ്രൂപ്പ്, 8 എണ്ണമാണുള്ളത്. അതായത് ട്രഡീഷണൽ ആയിട്ട് വരുന്നത് ഏതെന്ന് വെച്ചാൽ ഹാൻഡ്ലൂംസ്, ഹാൻഡ് ക്രാഫ്റ്റ്, കൊയർ ഇൻഡസ്ട്രീസ്, സെറികൾച്ചർ, ഖാദി, വില്ലേജ് ഇൻഡസ്ട്രീസ്. ഇത് ട്രഡീഷണൽ ഇൻഡസ്ട്രീസിൽ വരുന്നതാണ്. ഇനി മോഡേൺ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, പവർ ലൂമാണ് മോഡേൺ ഇൻഡസ്ട്രീസിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് എവിടെ, എങ്ങനെ? ബോത്ത് ട്രഡീഷണൽ ആൻഡ് മോഡേൺ ആയിട്ടുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എവിടെയുണ്ട്? സ്മോൾ ഇൻഡസ്ട്രീസ് എവിടെയുണ്ട്? ഇന്ത്യയിൽ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് വൺ MSMED Act, that is the Micro, Small and Medium Enterprise Development Act 2006 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ട്, ദിസ് ആക്ട് ഈസ് പാസ്ഡ് ടു അഡ്രസ് ദ ഇഷ്യൂ ഓഫ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസിൻ്റെ സിംഗിൾ ലീഗൽ ഫ്രെയിം വർക്ക്. അതായത് ഈ MSMED ആക്ട്, അതായത് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ്റ് ആക്ട് പാസ്സാക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പാസ് ടു അഡ്രസ് ദ ഇഷ്യൂസ് ഓഫ് മൈക്രോ, സ്മോൾ, മീഡിയം എൻ്റർപ്രൈസസ് ഇൻ സിംഗിൾ ലീഗൽ ഫ്രെയിം വർക്ക്. ഒരു ഒറ്റ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് സിംഗിൾ മൈക്രോ, സ്മോൾ, മീഡിയം എൻ്റർപ്രൈസസിൻ്റെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ ആക്ട് പാസ്സാക്കിയിരിക്കുന്നത്. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് വിത്ത് എഫക്ട് ഫ്രം ദ ഒക്ടോബർ 2006 ഇത് നിലവിൽ വന്നത്. ഇറ്റ് ക്ലാസിഫൈ ദ എൻ്റർപ്രൈസസ് ഇൻ ടു മാനുഫാക്ചറിങ് സെക്ടർ എന്നും സർവീസ് സെക്ടർ എന്നും രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ആക്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി മാനുഫാക്ചറിങ് സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ്
ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊഡക്ഷൻസ് നടക്കുന്നു, അതാണ് മാനുഫാക്ചറിങ് സെക്ടറിൽ വരുന്നത്. മാനുഫാക്ചറിങ് സെക്ടേഴ്സിൽ തന്നെ 3 ഉണ്ട്. അതായത് മൈക്രോ എൻ്റർപ്രൈസസ് ഉണ്ട്, സ്മോൾ എൻ്റർപ്രൈസസ് ഉണ്ട്, മീഡിയം എൻ്റർപ്രൈസസ് ഉണ്ട്. എന്താണ് മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനുഫാക്ചറിങ്ങിൽ വരുന്ന മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡസ് നോട്ട് എക്സീഡ് 25 lakhs. പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് 25 lakhsന് താഴെ, 25 lakhsന് കൂടുതൽ അല്ല, 25 lakhsന് താഴെ ആയിട്ടാണ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ ദാറ്റ് ഈസ് മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയും. ഇപ്പോൾ സ്മോൾ എൻ്റർപ്രൈസസ് ഇൻ മാനുഫാക്ചറിങ് യൂണിറ്റ്സിൽ സെക്ടേഴ്സിൽ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ദാൻ 25 lakh ബട്ട് നോട്ട് എക്സീഡ് 5 crore rupees. അതായത് 25 lakhsന് കൂടുതലും എന്നാൽ 5 crores താഴെയാണ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടക്കുന്നെങ്കിൽ അതിനെയാണ് സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. എന്നാൽ മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ മോർ ദാൻ 5 crores ബട്ട് നോട്ട് എക്സീഡ് 10 crores rupees. 5 crores rupeesന് കൂടുതലും എന്നാൽ 10 crores താഴെയാണെങ്കിൽ അങ്ങനെയുള്ളതായിരിക്കും മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഏതിൽ സെക്ടേഴ്സിലാണ്? മാനുഫാക്ചറിങ് സെക്ടേഴ്സിലാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ബേസ് മനസ്സിലാക്കി വയ്ക്കുക. 25 lakhsന് താഴെയാണെങ്കിൽ അത് മൈക്രോ എൻ്റർപ്രൈസസ് ആയിരിക്കും. 25 lakhsന് മേലിലാണ് എന്നാൽ 5 crore താഴെയാണെങ്കിൽ ദാറ്റ് ഈസ് സ്മോൾ എൻ്റർപ്രൈസസ് ആയിരിക്കും. 5 crores മേലെയാണ് എന്നാൽ 10 crores താഴെയാണെങ്കിൽ ദാറ്റ് ഈസ് മീഡിയം എൻ്റർപ്രൈസസ് ആയിരിക്കും. ഓക്കെ, ദെൻ സർവീസ് സെക്ടേഴ്സ് എന്ന് പറയുന്നതിലുള്ള മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ എക്യുപ്മെൻറ്റ്സിൽ ഡസ് നോട്ട് എക്സീഡ് 10 lakhs. 10 lakhsന് താഴെ വരണമെങ്കിൽ എക്യുപ്മെൻറ്റ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയും. സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് മോർ ദാൻ 10 lakh ബട്ട് നോട്ട് എക്സീഡ് 2 crores rupees. എന്താ എക്യുപ്മെൻറ്റ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടക്കുന്നത് 10 lakhsന് കൂടുതലാണ് എന്നാൽ 2 crores താഴെയാണെങ്കിൽ എന്തായിരിക്കും? സ്മോൾ എൻ്റർപ്രൈസസ് ആയിരിക്കും സർവീസ് സെക്ടേഴ്സിൽ. ദെൻ മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 2 crores ബട്ട് നോട്ട് എക്സീഡ് 5 crores ബട്ട് നോട്ട് എക്സീഡ് 5 crores ആണെങ്കിൽ അത് മീഡിയം എൻ്റർപ്രൈസസ് ആയിരിക്കും. 2 കോടി 2 crores കൂടുതൽ എന്നാൽ 5 crores താഴെയാണെങ്കിൽ ദാറ്റ് ഈസ് മീഡിയം എൻ്റർപ്രൈസസ് ഇൻ സർവീസ് സെക്ടർ. അപ്പം നിങ്ങളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് വില്ലേജ് ഇൻഡസ്ട്രീസ് ആണ്. എന്താണ് വില്ലേജ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രീസ് ലൊക്കേറ്റഡ് ഇൻ എ റൂറൽ ഏരിയ. അല്ലേ, ഇൻഡസ്ട്രീസ് എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നതായിരിക്കും? റൂറൽ ഏരിയയിൽ ലൊക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. വിച്ച് പ്രൊഡ്യൂസ് ഗൂഡ്സ്, റെൻഡർ സർവീസസ് വിത്ത് ഓർ വിത്തൗട്ട് ദ യൂസ് ഓഫ് പവർ. അതായത് പവർ, ഇലക്ട്രിസിറ്റി പവർ യൂസ് ചെയ്തുകൊണ്ടും യൂസ് ചെയ്യാതെയും സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയും സേവനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന റൂറൽ ഏരിയയിലുള്ള ഇൻഡസ്ട്രീസിനെയാണ് എന്ത് പറയുക? വില്ലേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. സോ ദ ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പെർ ഹെഡ് or artisans or worker is the specified by the central government from time to time എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പെർ ഹെഡ് or artisans or worker is specified by the central government from time to time. ഓരോ സമയത്തും സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഈ വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് പെർ ഹെഡ് എത്രയായിരിക്കണം, വർക്കർ എത്രയായിരിക്കണം, ഇതിനെക്കുറിച്ച് ഓരോ സമയത്തും ഓരോ ടൈമിലും അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സെൻട്രൽ ഗവൺമെൻറ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് വില്ലേജ് ഇൻഡസ്ട്രീസ്. ഇനി കോട്ടേജ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ റൂറൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ യൂണിറ്റ്സ് പ്രൊഡ്യൂസിങ് ദ സിമ്പിൾ പ്രോഡക്ട്സ് യൂസിങ് ലോക്കൽ ടാലൻസ് ആൻഡ് ഫാമിലി ലേബേഴ്സ്. ലോക്കൽ ടാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കഴിവുകൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രീസ് ആണ് ആക്ച്വലി ഏത് കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ ലൊക്കേറ്റഡ് ഇൻ ഓൺ പ്രൊമിസസ്. അവരുടെ സ്വന്തം സ്ഥലത്തായിരിക്കും വിത്ത് ലെസ് എമൗണ്ട് ഓഫ് ക്യാപിറ്റലോട് കൂടിയിട്ട്, അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തായിരിക്കും? സിമ്പിൾ എക്യുപ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഓർഗനൈസ് ചെയ്യുന്നത് ആരായിരിക്കും? ബൈ ഇൻഡിവിജ്വൽസ് ആൻഡ് പ്രൈവറ്റ് റിസോഴ്സസ് വെച്ചുകൊണ്ട്
ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ഇവിടെ മിക്കവാറും ആരായിരിക്കും ലേബേഴ്സ്? ഫാമിലി ലേബേഴ്സ് ആയിരിക്കും. ലോക്കലി അവൈലബിൾ ടാലൻറ്റഡ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്മോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മതി. സിമ്പിൾ പ്രോഡക്ട്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് യൂസിങ് എങ്ങനെയാണ്? ഇൻഡിജീനിയസ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെയാണ് ഈ കോട്ടേജ് ഇൻഡസ്ട്രീസിൻ്റെ ഫീച്ചേഴ്സിൽ വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ദ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഫോർ ദ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കൺസിസ്റ്റ് ഓഫ് 2 മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസും മൈക്രോ മീഡിയം സ്മോൾ എൻ്റർപ്രൈസസ് ഇൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും, രണ്ട് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഇൻഡസ്ട്രീസും വരുന്നുണ്ട്. ദ മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് ഈസ് എ നോഡൽ മിനിസ്റ്റർ ഫോർ ദി ഫോർമുലേഷൻ ഓഫ് പോളിസി ആൻഡ് കോർഡിനേഷൻ ഓഫ് our central assistance for what the promotion and the development of SSI in India. SSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ സെക്ടേഴ്സ് ഇൻഡസ്ട്രീസ് ആണ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. SSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഇത് കൺട്രോൾ ചെയ്യാൻ എന്തുണ്ട് എന്നാണ് പറയുന്നത്? മിനിസ്ട്രി തന്നെയുണ്ട് എന്നാണ് പറയുന്നത്. So the Ministry of Agro and Rural Industry is the nodal agency for award coordination and development of village and Gadi industries. And then the tiny and micro enterprises in both urban and rural area എന്ന് പറയുന്നുണ്ട്. So that state government also they execute the different promotional development project scheme to provide the number of supporting incentives for the development and promotion of SSI is in their respective states through state director of industries and district industry centers. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ പ്രൊമോഷണൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് സ്കീംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് സപ്പോർട്ടുകൾ ആർക്ക് കൊടുക്കുന്നുണ്ട്? സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും ഒരുപാട് സപ്പോർട്ടുകൾ ആർക്ക് കൊടുക്കുന്നുണ്ട്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് കൊടുക്കുന്നുണ്ട്. അതാത് സ്റ്റേറ്റുകളിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്, അതായത് റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ത്രൂ സ്റ്റേറ്റ് ഡയറക്ടർ ഓഫ് ദി ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ് വഴി ഒരുപാട് സപ്പോർട്ട് ആർക്ക് കൊടുക്കുന്നുണ്ട്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് കൊടുക്കുന്നുണ്ട്. ആര്? സ്റ്റേറ്റ് ഗവൺമെൻറ്റും. മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്നാണ് ഡിസൈൻ എന്ത് ചെയ്യുന്നു? പോളിസീസ്, പ്രോഗ്രാംസ് ആൻഡ് സ്കീം ഫോർ ദ പ്രൊമോഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ദി സ്മോൾ ബിസിനസ്. അത്തരത്തിൽ വരുന്നത് എന്ന് വെച്ചാൽ ഒന്നാമതായിട്ടാണ് NSIC, that is National Small Industries Corporation. ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രൊവൈഡ്സ് മാർക്കറ്റിംഗ് സപ്പോർട്ട് ടു ദീസ് ഇൻഡസ്ട്രീസ്. ആൻഡ് ദെൻ അതായത് ഈ സ്മോൾ സ്കെയിൽ സെക്ടേഴ്സിന് മാർക്കറ്റിംഗ് സപ്പോർട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, അതായത് SIDO, that is Office of the Development Commissioner. ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വേരിയസ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസും പ്രോഗ്രാംസും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ആര്? സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. മിനിസ്ട്രി ഓഫ് അഗ്രോ ആൻഡ് റൂറൽ ഇൻഡസ്ട്രീസ്, that is nodal agencies for Gadi and village industries and Prime Minister's Rozgar Yojanas. And then KVIC, that is Gadi and Village Industries Corporation, handicraft board, choir board, skill board, etc. deals with agro and rural industries. Okay, I think all are clear. Next one, role of small business in India. ഇന്ത്യയിൽ സ്മോൾ ബിസിനസ്സിൻ്റെ റോൾ എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പ്ലേ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. ഒരു രാജ്യത്തിൻ്റെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് SSI യൂണിറ്റുകൾ വലിയൊരു പങ്ക് വഹിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, 95% ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഇൻ ഇന്ത്യ കംസ് അണ്ടർ SSI. ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രിയിൽ 95% ഏത് മേഖലയിൽ എവിടെ വരുന്നതാണ്? SSI ഇൻഡസ്ട്രീസാണ്, SSI യൂണിറ്റ്സിൽ വരുന്നതാണ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ വരുന്നതാണ്. കോൺട്രിബ്യൂട്ടിംഗ് അപ് ടു 40% ഓഫ് their gross industrial values and 45% ഓഫ് ടോട്ടൽ എക്സ്പോർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ SSI ആർ ദി സെക്കൻഡ് ലാർജസ്റ്റ് എംപ്ലോയേഴ്സ് ഓഫ് ദി ഹ്യൂമൻ റിസോഴ്സസ് ആഫ്റ്റർ അഗ്രികൾച്ചർ കഴിഞ്ഞാൽ ഏറ്റവും അധികം എംപ്ലോയേഴ്സ് ഉള്ളത് എവിടെയാണ്? ഈ SSIയിലാണ്. രണ്ടാം സ്ഥാനമാണ് SSIക്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി മോർ ലേബർ ഇൻറ്റൻസീവ് ആയിരിക്കും ആൻഡ് ലെസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ദേ പ്രൊഡ്യൂസ് എന്ത് ചെയ്യുന്നു? വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ്
പ്രോഡക്ട്സ് ഫോർ ദി എക്കോണമിക്ക് വേണ്ടിയിട്ട് വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ദേ കോൺട്രിബ്യൂട്ട് ടു ദി ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി ബൈ യൂസിങ് എന്തുകൊണ്ട് ലോക്കലി അവൈലബിൾ മെറ്റീരിയൽ ആൻഡ് ഇൻഡിജീനിയസ് ടെക്നോളജീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ് ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി ഫോർ വാട്ട് ഫോർ എൻ്റർപ്രണർഷിപ്പ് ആൻഡ് ഇറ്റ് ഓൾസോ എൻജോയ് ദ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ട് ദ ലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദെൻ ഇറ്റ് ഈസ് പോസിബിൾ ടു ടേക്ക് വാട്ട് ക്വിക്ക് ആൻഡ് ടൈംലി ഡിസിഷൻസ്, അതിനും സാധിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഈസ് സ്യൂട്ടഡ് ഫോർ വാട്ട് ഡിസൈനിങ് ദ പ്രോഡക്റ്റ് ആസ് പെർ ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഓഫ് ദി കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റും പ്രിഫറൻസസും പ്രകാരം പ്രോഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുന്നതൊക്കെ ഇവർ തന്നെയാണ്. സോ ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ വാട്ട് ഗുഡ് റിലേഷൻ വിത്ത് ബോത്ത് കസ്റ്റമേഴ്സ് ആൻഡ് ദി എംപ്ലോയീസ്. ആക്ച്വലി ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് small industries in India. Then role of small business in rural ഇന്ത്യയിൽ എന്താണ് ഇവരുടെ റോൾ വെച്ചാൽ പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിൽ എന്ത് ചെയ്യുന്നു, എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. കോട്ടേജ് ആൻഡ് റൂറൽ ഇൻഡസ്ട്രീസ് provide the employment opportunities in the rural area as these are labor oriented enterprises ആണ്. So in Indian rural area ample labor is available എന്നാണ് പറയുന്നത്. Okay, then second one, improve the economic conditions. So അതായത് സ്മോൾ ബിസിനസ് പ്രൊവൈഡ് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ടു ദി റൂറൽ ഹൗസ് ഹോൾഡേഴ്സ്. റൂറൽ ഹൗസ് ഹോൾഡേഴ്സിന് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ആര് പ്രൊവൈഡ് ചെയ്യുന്നു, സ്മോൾ ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് SSI improve the economic condition and standard of living of people in those areas. ആ ഏരിയയിലുള്ള ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്സും അതുപോലെ തന്നെ അവരുടെ എക്കണോമിക് കണ്ടീഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യാൻ ഈ ഒരു പരിധി വരെ SSI യൂണിറ്റുകൾക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ പ്രിവെൻറ്റ് മൈഗ്രേഷൻസ്. സോ മൈഗ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നു. സോ ദ ഡെവലപ്മെൻറ്റ് ഓഫ് റൂറൽ ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ക്യാൻ ഓൾസോ പ്രിവെൻറ്റ് ദ മൈഗ്രേഷൻ ഓഫ് റൂറൽ പോപ്പുലേഷൻ ടു അർബൺ ഏരിയ ഇൻ ദ സെർച്ച് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ജോലി അന്വേഷിച്ചിട്ട് പോകുന്നത് റൂറൽ ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് വന്നതോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് റൂറൽ ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ വില്ലേജ് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്തതോട് കൂടിയിട്ട് ആളുകൾ ജോലി അന്വേഷിച്ച് പോകുന്നത്, മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, തടയാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊന്ന്. ദെൻ യൂട്ടിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സ് മാക്സിമം എന്ത് ചെയ്യുന്നു, യൂട്ടിലൈസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സോ SSI അത് ലോക്കൽ റിസോഴ്സസ് ആണല്ലേ അവിടെ യൂസ് ചെയ്യുന്നത്. SSI യൂസ് വാട്ട് ലോക്കൽ റിസോഴ്സസ് ആണ്, അതായത് കൊയർ, വുഡ് ആൻഡ് അതർ പ്രോഡക്ട്സ്. അതുപോലെ തന്നെ അതൊക്കെ അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദെൻ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റാഷണൽ ഇൻകംസ് എന്നാണ് പറയുന്നത്. ദെൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ് എൻഷുവർ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി നാഷണൽ ഇൻകം ആയിരിക്കും. അതുകൊണ്ട് ദിസ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ഇൻ ദി കൺട്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Okay, and then balanced regional development. See, these enterprises are often depend on local source of production. So this way industries do not just limit themselves to particular place but diversify. This helps in the balanced regional development. Okay, I think all are clear. These are the role of small business in rural India. ഇനി പ്രോബ്ലംസ് ഓഫ് സ്മോൾ ബിസിനസ്. സ്മോൾ ബിസിനസ്സിൻ്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ SSI യൂണിറ്റ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് വരുന്നത് ഫിനാൻസ് ആണ്. അവർ ഫേസ് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഫിനാൻസ് ആണ്. വൺ ഓഫ് ദ സെവിയർ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദി SSI ഈസ് ദാറ്റ് ദ നോൺ അവൈലബിലിറ്റി ഓഫ് adequate finance to carry out its operations. അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ മതിയായ എത്ര ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവർ ഫേസ് ചെയ്യുന്ന ഒരു റീസൺ. രണ്ടാമത് റോ മെറ്റീരിയൽസ് ആയിരിക്കും. സോ അവൈലബിലിറ്റി ആൻഡ് പ്രൊക്യൂർമെൻറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ഈസ് അനദർ മേജർ പ്രോബ്ലം ഫേസ്ഡ് ബൈ ദി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലമാണ് റോ മെറ്റീരിയൽസിൻ്റെ കിട്ടായ്മ എന്നുള്ളതാണ്. സോ their bargaining power is relatively low ആയിരിക്കും. കാരണം ഡ്യൂ ടു ദി സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് പർച്ചേസസ്. കുറച്ചാണ് ഇവർ പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് ബാർഗെയിനിങ് പവർ ഇവർക്ക് കുറവായിരിക്കും. അതാണ് ഒരു പ്രോബ്ലം. ഇനി
അടുത്തൊരു പ്രോബ്ലം പറഞ്ഞാൽ മാനേജീരിയൽ സ്കില്ലാണ്. സി SSI എന്ന് പറയുന്നത് ജനറലി പ്രൊമോട്ടഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ആരായിരിക്കും? സിംഗിൾ പേഴ്സൺ ആയിരിക്കും. അതുകൊണ്ട് ഹൂ മേ നോട്ട് പൊസസ് ഓൾ ദ മാനേജീരിയൽ സ്കിൽസ് റിക്വയർഡ് ടു റൺ ദ ബിസിനസ്. ഒരു ബിസിനസ് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ മാനേജീരിയൽ സ്കില്ലും അതുകൊണ്ട് അയാൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ദേ ആർ ഓൾസോ നോട്ട് ഇൻ ദി പൊസിഷൻ ടു അഫോർഡ് പ്രൊഫഷണൽ മാനേജേഴ്സ്. അതുകൊണ്ട് ഒരു പ്രൊഫഷണൽ മാനേജേഴ്സിന് അത്ര ഹൈ സാലറി കൊടുത്ത് വയ്ക്കാനുള്ള സാമ്പത്തിക ശേഷി ഇവർക്ക് ഉണ്ടാവുന്നുമില്ല. അതാണ് അടുത്തൊരു പ്രോബ്ലം. ദെൻ ലേബർ ആണ് മറ്റൊരു പ്രോബ്ലമാണ് ലേബർ. പ്രൊഡക്ടിവിറ്റി പെർ എംപ്ലോയീസ് റിലേറ്റീവ്ലി ലോ ആയിരിക്കും ആൻഡ് എംപ്ലോയീസ് ടേൺ ഓവർ ഈസ് ജനറലി എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും. കാരണം എന്താ? ഡ്യൂ ടു ലോ റെമ്യൂണറേഷൻസ് കുറഞ്ഞതുകൊണ്ട് എംപ്ലോയീസിൻ്റെ കൊഴിഞ്ഞുപോക്കും ധാരാളം ഉണ്ടാകും. കാരണം ഇവിടെ സാലറി കുറവായിരിക്കും. അപ്പോൾ അധികം ആരും എന്ത് ചെയ്യാറില്ല? നിൽക്കാറില്ല. കുറച്ച് വർക്ക് ചെയ്യും പിന്നെ പോകും എന്നുള്ള രീതിയാണ്. സോ ഇറ്റ് ഓൾസോ ഫേസ് ദ ലാക്ക് ഓഫ് എന്തിൻ്റെ കുറവുണ്ട്? സ്പെഷ്യലൈസേഷൻ്റെ കുറവ് ഇവർ ഫേസ് ചെയ്യുന്നു. ആൻഡ് ദ നെക്സ്റ്റ് പ്രോബ്ലം എന്താ അവർ ഫേസ് ചെയ്യുന്നത്? മാർക്കറ്റിംഗ് ആണ്. ദ മോസ്റ്റ് ഓഫ് ദ കേസസ് മാർക്കറ്റിംഗ് ഈസ് വീക്കർ ഏരിയ ഓഫ് ദി സ്മോൾ ഓർഗനൈസേഷൻ. സോ ദെർഫോർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും? മിഡിൽ മെനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ മിഡിൽ മെൻ എന്ത് ചെയ്യും? ഇവരെ ചൂഷണം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ഇവർക്ക് നേരിട്ട് ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ ഇവർ മിഡിൽ മെനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ മിഡിൽ മെൻ ഇവരിൽ നിന്ന് ഇവരെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ വരും. ഓക്കെ. ആൻഡ് ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ് ക്വാളിറ്റിയാണ്. സോ മെനി സ്മോൾ ബിസിനസ് ഡു നോട്ട് ഫോളോ ദ ഡിസൈർഡ് സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി ഡ്യൂ ടു ഷോർട്ടേജ് ഓഫ് ഫിനാൻസ് ആൻഡ് റിസോഴ്സസ്. ഇവരുടെ കയ്യിൽ ഫിനാൻസും റിസോഴ്സസും കുറവായതുകൊണ്ട് ചിലപ്പോൾ ഇവർക്ക് ക്വാളിറ്റി എന്ത് ചെയ്യാൻ കഴിയില്ല, ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരാനായുള്ള ഒരു ചാൻസ് മിക്ക സ്മോൾ ബിസിനസ്സിന് അങ്ങനെ ഒരു അവസ്ഥയും ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം അതിനുള്ള റിസോഴ്സസ് ഇല്ല, ഫിനാൻസസ് ഇല്ല. അതുകൊണ്ട് സോ ദെൻ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ആണ് അടുത്തൊരു പ്രോബ്ലം. മെനി ഓഫ് ദി SSIs ആർ ഓപ്പറേറ്റ് ബിലോ ഫുൾ കപ്പാസിറ്റി ആയിരിക്കും. കാരണം ഡ്യൂ ടു ലാക്ക് ഓഫ് മാർക്കറ്റിംഗ് സ്കില്ല് അല്ലെങ്കിൽ ഡിമാൻഡ് എന്ന് പറയും. സോ അതുപോലെ തന്നെ ഇറ്റ് വിൽ കോസസ് ടു ഇൻക്രീസ് ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുതലായിരിക്കും. ചിലപ്പോൾ അങ്ങനെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ദെൻ ലീഡ്സ് ടു അങ്ങനെ വരുമ്പോൾ സിക്നെസ് ആവും ആൻഡ് ക്ലോസർ ഓഫ് ദ ബിസിനസ്. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബിസിനസ് സിക്നെസ് ആവും. പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന് അത്ര അങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് അത്ര ബിസിനസ് നടക്കാതെ പോകും. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അതിലേക്ക് ഈ ഇൻഡസ്ട്രീസ് ചിലപ്പോൾ അടച്ചുപൂട്ടേണ്ടതിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു പ്രോബ്ലമാണ് ടെക്നോളജിയാണ്. മറ്റൊന്ന് മോസ്റ്റ് ഓഫ് ദി SSIs ആർ ഔട്ട്ഡേറ്റഡ് ടെക്നോളജിയാണ് യൂസ് ചെയ്തുകൊണ്ട് റിസൾട്ടിങ് ദ ലോ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ അൺഎക്കണോമിക്കൽ പ്രൊഡക്ഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. ദെൻ സിക്നെസ് ആണ് മറ്റൊന്ന്. ഡ്യൂ ടു മെനി ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദി SSIs ആർ ദി എഡ്ജ് ഓഫ് ദി ഏതിൻ്റെ വക്കിലാണ്? സിക്നെസ്സിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. അടച്ചുപൂട്ടായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഒരുപാട് പ്രോബ്ലംസ് എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടും ഒരുപാട് പ്രോബ്ലംസ് വരുന്നതുകൊണ്ട്. ദെൻ അടുത്തൊരു പ്രോബ്ലമാണ് ഗ്ലോബൽ കോമ്പറ്റീഷൻസ് ആണ്. സോ മോസ്റ്റ് ഓഫ് ദി SSIs എന്ത് ചെയ്യുന്നു? ഫേസ് ചെയ്യുന്നു കോമ്പറ്റീഷൻസ് നോട്ട് ഓൺലി ഫ്രം മീഡിയം ആൻഡ് ലാർജ് ഇൻഡസ്ട്രീസ് മാത്രമല്ല ബട്ട് ഓൾസോ ഫ്രം ദി മൾട്ടിനാഷണൽ കമ്പനീസ്. മൾട്ടിനാഷണൽ കമ്പനീസിൽ നിന്ന് പോലും ഇവരെന്ത് ചെയ്യുന്നു? ഇവർ ഒരുപാട് കോമ്പറ്റീഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. സോ ഇത്രയൊക്കെയാണ് ആര് ഫേസ് ചെയ്യുന്നത്? ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഓക്കെ, ഇനി ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് സ്മോൾ ബിസിനസ് യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ അസിസ്റ്റൻസും കുറേ ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ സപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. അതിലൊന്നാമതായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടാണ് പറയുന്നത്. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒന്നാമത്തേത് നബാർഡാണ്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. അത് സെറ്റപ്പ് ചെയ്തത് എപ്പോഴാണ്? 1982 എന്തിനു വേണ്ടിയിട്ടാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്? ടു പ്രൊമോട്ട് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് 1982 നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കൂടാതെ അപ്പാർട്ട് ഫ്രം ദി അഗ്രികൾച്ചർ. സോ ഇറ്റ് സപ്പോർട്ട് എന്തിനൊക്കെ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു? അപ്പാർട്ട് ഫ്രം ദി അഗ്രികൾച്ചറിന് പുറമേ ഇറ്റ് സപ്പോർട്ട് ദ സ്മോൾ ഇൻഡസ്ട്രീസ്, കോട്ടേജ് ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ആൻഡ് റൂറൽ ആർട്ടിസൻസ് യൂസിങ് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് അപ്രോച്ചസ്. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ടിൽ ഒന്ന് നബാർഡ്. രണ്ടാമതെന്ന് പറയുന്നത് RSBDC, അതായത് റൂറൽ സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ.
ഇത് വേൾഡ് it was set up by the World Association for for Small and Medium Enterprises ആണ്. അത് ആര് സ്പോൺസർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് സ്പോൺസേർഡ് ബൈ നബാർഡ് ആണ് സ്പോൺസർ ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, അതായത് സ്കിൽ അപ്ഗ്രഡേഷൻ, അവെയർനെസ്, കൗൺസിലിംഗ് ക്യാമ്പ്സ്, ഇതൊക്കെ ഇവർ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ് ദ ട്രെയിനിങ് എന്തിനൊക്കെ? ഫുഡ് പ്രോസസ്സിങ്, സോഫ്റ്റ് ടോയ്സ്, മേക്കിംഗ് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, കാൻഡിൽ മേക്കിംഗ്, ടൂ വീലർ റിപ്പയർ, ഇങ്ങനെയുള്ള എല്ലാ സപ്പോർട്ടും ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ, NSIC. അതായത് ദിസ് വാസ് സെറ്റപ്പ് ഇൻ ദി 1955 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊമോട്ട്, എയ്ഡ് ആൻഡ് ഫോസ്റ്റർ ദ ഗ്രോത്ത് ആൻഡ് സ്മോൾ സ്കെയിൽ യൂണിറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. മെയിൻ കൺസ്ട്രെയിൻസ് ഫേസ്ഡ് ബൈ ദിസ് എൻ്റർപ്രൈസ് ഷോർട്ടേജ് ഓഫ് ഫണ്ട് ടു പർച്ചേസ് ദ മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ഈ നമ്മുടെ ഇന്ത്യയിലുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് മേജറായിട്ടും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് തന്നെയാണ്. അവർക്ക് മതിയായ എത്ര ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്, ഫണ്ടില്ല എന്നുള്ളതാണ്. ആ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മെഷീനറീസും അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സും പർച്ചേസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നോൺ അവൈലബിലിറ്റി ഓഫ് ഫിനാൻസ് deprive many entrepreneurs from availing the opportunities. ഫണ്ടില്ലാത്ത കാരണം പലവരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് NSIC was established to cater to these needs of the entrepreneur. അപ്പോൾ എൻ്റർപ്രണറുടെ ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് NSIC എന്ത് ചെയ്തിരിക്കുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് സപ്ലൈ ദ ഇമ്പോർട്ടഡ് മെഷീൻസ് ആൻഡ് റോ മെറ്റീരിയൽസ് ടു സ്മോൾ ഇൻഡസ്ട്രീസ് ഓൺ ഈസി ഹയർ പർച്ചേസസ് സ്കീം. ഈസി ആയിട്ടുള്ള ഹയർ പർച്ചേസസ് സിസ്റ്റം പ്രകാരം ഇമ്പോർട്ടഡ് മെഷീൻസും റോ മെറ്റീരിയൽസും സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. ഒന്ന്. പിന്നെ എക്സ്പോർട്ട് ദ പ്രോഡക്റ്റ് ഓഫ് സ്മോൾ യൂണിറ്റ്സ്, സ്മോൾ യൂണിറ്റിൻ്റെ പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ് ടെക്നോളജി ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ടെക്നോളജികൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ടെക്നോളജി അപ്ഗ്രഡേഷൻ ചെയ്യാൻ സഹായിക്കുന്നു. ഹെൽപ്സ് ഇൻ അപ്ഗ്രഡേഷൻ ടു ടെക്നോളജി ആൻഡ് ദെൻ പ്രൊവൈഡ് ഇൻ അപ്ഗ്രഡേഷൻ ഓഫ് ടെക്നോളജീസ് പ്രൊവൈഡ് ചെയ്യുന്നു. പ്രൊവൈഡ് വേരിയസ് എക്യുപ്മെൻറ്റ്സ് ഓൺ ലീസ് ബേസിസിൽ അല്ലേ, റെൻറ്റിനും എന്ത് ചെയ്യുന്നു? എക്യുപ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അണ്ടർടേക്ക് ദ കൺസ്ട്രക്ഷൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന കാര്യങ്ങളും NSIC എന്ത് ചെയ്യാറുണ്ട്? ഏറ്റെടുക്കാറുണ്ട്. ഇനി ഒരു ന്യൂ സ്കീമുണ്ട്, അതായത് എ ന്യൂ സ്കീം ഓഫ് performance and credit rating of small business is implemented through NSIC with the twin objectives എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒന്ന്, sensitizing the small industries about the need for credit rating, and then second one, encouraging the small business unit to maintain good financial track record. Okay, so അതുകൊണ്ട് this is to ensure that എന്താ പറയുന്നത്, they score high rating for their credit requirements as and when they approach the financial institution for their working capital and then investment requirements എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഇതാണ് മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് സ്കീം എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി എ സ്ട്രാറ്റജിക് ടൂൾ ഫോർ ബിസിനസ് ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഈസ് ക്രിട്ടിക്കൽ ഫോർ ദ ഗ്രോത്ത് ആൻഡ് സർവൈവൽ ഓഫ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിക് ടൂളാണ് ഫോർ ബിസിനസ് ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട്. ഇതൊരു ഒരു ബിസിനസ് അല്ലെങ്കിൽ മൈക്രോ, സ്മോൾ, മീഡിയം എൻ്റർപ്രൈസസ് നിലനിൽക്കണം, അല്ലെങ്കിൽ അത് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്സ് ആണ് ആക്ച്വലി മാർക്കറ്റിംഗിൽ വരുന്നത്. സോ മിനിസ്ട്രി ഓഫ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ത്രൂ NSIC, എ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഓഫ് മിനിസ്ട്രി ഹാസ് ബീൻ പ്രൊവൈഡ് മാർക്കറ്റിംഗ് സപ്പോർട്ട് ടു മൈക്രോ, സ്മോൾ എൻ്റർപ്രൈസസ് അണ്ടർ ദി മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് സ്കീമിൽ വരുന്നുണ്ട്. ഈ മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു എൻഹാൻസ് മാർക്കറ്റിംഗ് കാപ്പബിലിറ്റീസ് ആൻഡ് കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് ദി MSME and to showcase the competency of the MSME and to develop MSME about the prevalent market scenario and its the impact on their activities, and then to provide platform to MSME for the interaction and large institutional buyers.
ഇനി മാർക്കറ്റിംഗ് സപ്പോർട്ട്സ് ടു MSME ആൻഡ് ബൈ NSIC. സോ ദാറ്റ് ഈസ് ഓർഗനൈസിംഗ് വാട്ട് ഇന്റർനാഷണൽ ടെക്നോളജിക്കൽ എക്സിബിഷൻ ഇൻ ഫോറിൻ കൺട്രീസ് and participation in international exhibitions, and then organizing what domestic exhibitions and participation in exhibition, and co-sponsoring of the exhibition, buyer seller meet, അതായത് bulk buyers and departments, that is the railway, defense അങ്ങനെയുള്ള. then intensive campaigns and market promotion events, other support activities ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, then അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടാണ് സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SIDBI, ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1919 എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത്. ഇറ്റ് ഈസ് എൻ അപ്പസ് ബാങ്ക് ഫോർ വാട്ട് പ്രൊവൈഡിങ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സ്മോൾ ഇൻഡസ്ട്രീസ് അല്ലേ. സ്മോൾ ഇൻഡസ്ട്രീസിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ടു കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി സിമിലർ ആക്ടിവിറ്റീസ്. അടുത്തൊന്നാണ് നാഷണൽ കമ്മീഷൻ ഫോർ എൻ്റർപ്രൈസസ് ഇൻ ദി അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ്, NCEUS, ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ് ഇൻ ദി 2004 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടി? റെക്കമെൻഡ് മെഷേഴ്സ് ഫോർ ദി ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്മോൾ എൻ്റർപ്രൈസസ് ഇൻ ഇൻഫോർമൽ സെക്ടർ, ആൻഡ് ദെൻ ടു ജനറേറ്റ് സസ്റ്റൈനബിൾ എംപ്ലോയ്മെൻറ്റ് on rural area, and then to enhance the competitiveness of the small scale sectors globally, and to develop linkage with the other institutions for in the area of credit, raw materials, infrastructure, technology, marketing, skill development, etc. And the next institution on rural and women entrepreneurship development, RWED. It aims at promoting a conducive business environment and support the entrepreneurial initiative of rural people and women എന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഇവർ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ creating a business environment that encourage initiative of rural and women entrepreneurs. റൂറൽ ആൻഡ് വുമൺ എൻ്റർപ്രണേഴ്സിനെ മുൻകൈ എടുത്തുകൊണ്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിന് പ്രോത്സാഹിപ്പിക്കുന്നു. then enhancing the human and institutional capacity required to the foster entrepreneurial dynamism and enhance the productivity. Okay, and then providing training manuals for our women entrepreneurs and training them കൊടുക്കുന്നു, and rendering any other advisory services ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് വേൾഡ് അസോസിയേഷൻ ഓഫ് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, WASME, that is organized as an international non-governmental organization of micro, small and medium enterprises വരുന്നതാണ്. അതിന് ഓർഗനൈസ്ഡ് ആസ് എ ഇൻ്റർനാഷണൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ആയിട്ടാണ്. ഓക്കെ, ടു ഡെവലപ്പ് ആൻ ആക്ഷൻ പ്ലാൻ മോഡൽ ഫോർ വാട്ട് സസ്റ്റൈനബിൾ ഗ്രോത്ത് ഓഫ് റൂറൽ എൻ്റർപ്രൈസസ്. then to promote non-farm sectors then to utilize the scheme for entrepreneurs through various government programs like IRDP, PMRY, TRY SEM, that is Integrated Rural Development Program, Prime Minister's Rozgar Yojana, training of rural youth for self-employment, etc. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള സ്കീംസ് ഒക്കെ ഇവർ യൂട്ടിലൈസ് ചെയ്യുന്നു പ്രോപ്പറായിട്ട്. ദെൻ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട് വരുന്നതാണ് സ്കീം ഓഫ് ഫണ്ട് ഫോർ റീജനറേഷൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, SFURTI. സോ ദാറ്റ് ഈസ് 2005 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. എന്തിനാണ് വെച്ചാൽ ടു മേക്ക് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് മോർ പ്രൊഡക്റ്റീവ് ആൻഡ് കോമ്പറ്റീറ്റീവ് ആ രീതിയിലാക്കാൻ. സോ ഇംപ്ലിമെൻറ്റഡ് ബൈ ആരാണ്? മിനിസ്ട്രി ഓഫ് അഗ്രോ ആൻഡ് റൂറൽ ഇൻഡസ്ട്രീസ് ഇൻ കൊളാബറേഷൻ വിത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. And then to develop the cluster of traditional industries in the various parts of the country, and to make traditional industries more innovative and profitable ആക്കാൻ. And അതുപോലെ തന്നെ to create sustainable employment opportunity in traditional sector. ഓക്കെ, അടുത്തതാണ് ഏത്? ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ്, DIC. ഇത് 1978 എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു സപ്പോർട്ട് സ്മോൾ എൻ്റർപ്രണേഴ്സ് അറ്റ് ഡിസ്ട്രിക്ട് ലെവലിൽ. സോ പ്രൊവൈഡ് ഓൾ ഫെസിലിറ്റീസ് ആൻഡ് സപ്പോർട്ട് ടു സെറ്റ് അപ്പ് ദ സ്മോൾ ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, ആൻഡ് ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ്
identification of suitable scheme for the entrepreneurs by central and the state government, and then preparation of feasibility report on each industries, and then arrangements of credit facilities and equipments, and arrangements of raw materials, and to impart the training for artisans, entrepreneurs, etc. ഇതൊക്കെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ് ഇതെല്ലാം നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടാണ്. ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അടുത്തതാണ് ഇവർ ഈ ഇൻഡസ്ട്രീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന മറ്റു കാര്യമാണ് ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. സോ ഇൻസെൻറ്റീവ്സ് എന്ന് ആർ ദി ഫിനാൻഷ്യൽ ആൻഡ് പ്രൊമോഷണൽ അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെൻറ് ആർ എന്തിനു ടു ദി എൻ്റർപ്രണർ ഫോർ വാട്ട്, ബൂസ്റ്റിംഗ് അപ്പ് ദ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ ഓൾ റീജിയൻ. എല്ലാ റീജിയനിലും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ആൻഡ് പ്രൊമോഷണൽ അസിസ്റ്റൻസ് ആണ് ഇൻസെൻറ്റീവ്സിൽ വരുന്നത്. സോ ഇറ്റ് എയിംസ് ടു എൻഷുവർ വാട്ട് ദ ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ബൈ എങ്ങനെ എൻകറേജിങ് ദ ന്യൂ എൻ്റർപ്രണേഴ്സ് to start their industries in backward area. Okay, so some of the incentives offered are given. എന്തൊക്കെയാണ് വെച്ചാൽ വരുന്നത് എന്ന് വെച്ചാൽ ഒന്ന് ലാൻഡ് ആണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യാറുണ്ട്, ഓഫർ ഡെവലപ്ഡ് ലാൻഡ് ഫോർ സെറ്റിംഗ് അപ്പ് ഇൻഡസ്ട്രി യൂണിറ്റ് either ഫ്രീ ഓർ റെൻ്റൽ ബേസിസ്. ഫ്രീ ആയിട്ടോ റെൻ്റായിട്ടോ ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലാൻഡ് ഭൂമി കൊടുക്കാറുണ്ട് എന്നാണ് പറയുന്നത് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പവർ കൊടുക്കുന്നുണ്ട്. സോ സം സ്റ്റേറ്റ്സ് അപ്ലൈ എന്ത് ചെയ്യുന്നു വെച്ചാൽ പവർ അറ്റ് കൺസെഷണൽ റേറ്റിൽ അല്ലേ, റേറ്റ് ഓഫ് 50%, 50% കൺസെഷൻ റേറ്റിൽ പവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ സം അതേഴ്സ് ഗീവ് എക്സംഷൻ ഇൻ ദി ഇനീഷ്യൽ ഇയേഴ്സ്. അത് ചില തുടക്ക കാലഘട്ടങ്ങളിൽ അത്രയും കൊടുക്കേണ്ട ഫ്രീ ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പവറും സപ്ലൈ ചെയ്യുന്നുണ്ട് ചില സ്റ്റേറ്റുകളിൽ. പിന്നെ വാട്ടർ ഫെസിലിറ്റീസ് കൊടുക്കുന്നു. പ്രൊവൈഡിങ് വാട്ടർ ഓൺ നോൺ പ്രോഫിറ്റ് നോ ലോസ് ബേസ് ഓർ 50% കൺസെഷൻ. ചില ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ഇനീഷ്യൽ ഇയേഴ്സിൽ ഒന്നുമില്ലാതെയും അല്ലെങ്കിൽ 50% കൺസെഷൻ റേറ്റിലൊക്കെ വാട്ടറും എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട്. ദെൻ സെയിൽസ് ടാക്സ് ആണ് മറ്റൊന്ന്. സം സ്റ്റേറ്റ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഗീവ് എക്സംഷൻ ഫോർ 5 years, 5 വർഷത്തിന് എക്സംഷൻ 5 വർഷത്തെ എക്സംഷൻ കൊടുക്കാറുണ്ട്. ടോട്ടലി എക്സംപ്റ്റഡ് ഇൻ യൂണിയൻ ടെറിട്ടറീസ്. യൂണിയൻ ടെറിട്ടറീസ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടാക്സേ കൊടുക്കേണ്ടതായിട്ടില്ല SSI യൂണിറ്റ്സുകൾക്ക്. ദെൻ ഒക്ടോറി, ദാറ്റ് ഈസ് മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് അബോളിഷ്ഡ് ഒക്ടോറി. അതായത് ഒക്ടോറി പറയുമ്പോൾ ലോക്കൽ ഗവൺമെൻറ്റിൽ അടയ്ക്കേണ്ട ടാക്സ് ആണ്. അത് മിക്ക സ്റ്റേറ്റ് ഗവൺമെൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒഴിവാക്കിയിട്ടുണ്ട്. ദെൻ റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഇൻഡസ്ട്രീസ് ഇൻ ബാക്ക്വേർഡ് ഏരിയയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് ഹാവ് ദ പ്രിഫറൻസ് ഇൻ ദ അലോട്ട്മെൻറ്റ് ഓഫ് സ്കേഴ്സ് മെറ്റീരിയൽസ് ലൈക്ക് സിമെൻറ്റ്, അയൺ ആൻഡ് സ്റ്റീൽ എക്സെട്ര. ഇങ്ങനെയുള്ള റോ മെറ്റീരിയൽസും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. 10 to 15% സബ്സിഡി എന്ത് ചെയ്യുന്നു, അലോ ചെയ്യുന്നു ഫോർ ക്യാപിറ്റൽ അസിസ്റ്റൻസ് ആൻഡ് ദി കൺസെഷണൽ റേറ്റ് ആർ ഓൾസോ ഓഫേർഡ് ബൈ ഫോർ ദി ലോൺസ് ഓഫറിംഗ്. ദെൻ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, സം സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു വെച്ചാൽ എൻകറേജിങ് വാട്ട് സെറ്റിംഗ് അപ്പ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ഇൻ ദി ബാക്ക്വേർഡ് ഏരിയയിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റും എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ചിലയിടത്ത്. അതുപോലെ തന്നെ ടാക്സ് ഹോളിഡേ, ദാറ്റ് ഈസ് ടാക്സ് എക്സംഷൻ ചെയ്യുന്നുണ്ട് 5 to 10 years വരെ ഗിവൺ ഇൻഡസ്ട്രീസ് ഇൻ ബാക്ക്വേർഡ് ഏരിയ, ഹിൽ ആൻഡ് ട്രൈബൽ ഏരിയ. ബാക്ക്വേർഡ് ഏരിയ അല്ലെങ്കിൽ ഹിൽ ഏരിയാസിലോ ട്രൈബൽ ഏരിയാസിലോ ഉള്ള ഇൻഡസ്ട്രീസ് ആണെങ്കിൽ 5 മുതൽ 10 വർഷം വരെ ടാക്സ് കൊടുക്കുന്നതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇൻസെൻറ്റീവ്സിൽ പറയുന്നത്. സോ ദ സ്ലോഗൺ ഓഫ് സക്സസ് ഫോർ സ്മോൾ ബിസിനസ് ഇൻ ദിസ് മോഡേൺ ഇറ അല്ലേ, ഈ മോഡേൺ കാലഘട്ടത്തിൽ സ്മോൾ ബിസിനസ്സിൻ്റെ സക്സസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്ലോഗണാണ് തിങ്ക് ഗ്ലോബൽ ആക്ട് ലോക്കൽ എന്നാണ് പറയുന്നത്. തിങ്ക് ഗ്ലോബൽ ആക്ട് ലോക്കൽ എന്ന രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നും ആ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നും അവരെന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നതും അവർക്ക് ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതുമൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഓക്കെ, ഇതോടുകൂടിയിട്ട് നമ്മളുടെ എന്ത് ചെയ്തു, ഇതോടുകൂടിയിട്ട് നമ്മളുടെ ചാപ്റ്റർ ഈ 9th ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുന്ന ഈസി ആയിട്ട് ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കോൺടാക്ട് മീ.